ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നത്തെ ഗെയിം പ്ലേ എന്ന് പറയുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ലാഗാക്കാതെ വേഗം ഗെയിം പ്ലേയിലേക്ക് പോവാം. കാരണം ഇനി രാത്രിയായ കയ്യ ഗൈസ്, പിന്നെ പെടും. ഓ വാട്ടെല്ലക്കെന്ന് പറയണോ? വേണ്ട. പക്ഷെ ഞാൻ വിചാരിച്ച വില്ലേജാണ്. അപ്പോഴേക്കല്ലേ വില്ലേജാണോ? ഉറപ്പില്ല ഗൈസ്. വില്ലേജ് ആണെങ്കിൽ ലെക്കാണ് ഗൈസ്. വില്ലേജ് അല്ലേ ആകത്തില്ലൊരു അല്ല വില്ലേജ് കിട്ടി. വാട്ട് ലെക്ക് സീഡ്സ്. നമുക്കത് വില്ലേജേഴ്സിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും മോഷ്ടിക്കാം. അപ്പോൾ നമുക്ക് ലെക്കാണ് ഗൈസ്, ലെക്ക് പാട്ട്. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്. ഈ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് ക്ലിക്കാക്കുക. എന്നാലും എന്ത് ലെക്കാണല്ലേ, എനിക്ക് ഫസ്റ്റ് തന്നെ കിട്ടി. മൈൻക്രാഫ്റ്റ് കളിക്കുന്നപ്പോഴേക്ക് ഇതിൻ്റെ സീഡ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. വെറും സിമ്പിൾ സീഡാണ് ഗൈസ്. ഞാനിപ്പോൾ ഒന്നുമില്ല എന്ത് ലെക്കാണെന്ന് കിടക്കുക. എൻ്റെ മോൻ ഇവൻ്റെ വീട് സെറ്റപ്പാണല്ലോ. റിപ്പയർ ആക്കാനൊന്നുമില്ല. ഇതെന്ത് വീടാണ്? ജസ്റ്റിലോ എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ മോൻ ഡയമണ്ടല്ലേ, ഡയമണ്ട് കിട്ടി ഗൈസ്. ഒരാവശ്യം ഉണ്ടായിട്ടതാ. എൻ്റെ മോനെ ഇതിൻ്റെ സീഡ് വേണമെന്നില്ല. ഇപ്പം എന്തായിരിക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. അത്രയും ഇതാണ്. അമ്മ അയൻ്റെ ഇത് കുപ്പായം കിട്ടിയിരിക്കുന്നു ഗൈസ്. ഉമ്മ ഡയമണ്ട് ഹോസ് എച്ചതില്ല ഗൈസ്. വേർത്തുണ്ടാ വേർത്ത് വേറെ സ്ഥലം. ഈ വില്ലേജിലാകെ 2 കൂടെ ഇല്ല, 2 എണ്ണമല്ല തോന്നുന്നു. അതാ താഴെല്ലോട്ടാണ് എൻ്റെ വലിയ മെയിൻ സ്ഥലം. ഫസ്റ്റ് തന്നെ വന്നാൽ എന്ത് ലെക്കാണ് ആലോചിക്ക്. ഒരു കാണിക്കുന്നുണ്ട് അങ്ങനത്തെ അവസ്ഥയാണ്. ഇതല്ലേ എന്താണ്. പക്ഷെ ഒരു മെയിൻ കുറച്ച് കളിക്കാൻ വലുതായിട്ട് അറിയില്ല എനിക്ക്. കുറേ അറിയുന്നില്ല. ലെക്കാന്ന് അയ്യാ വടിയില്ല. ഒരു പിക്കാസ് 3 ഡയമണ്ടിൽ നമുക്ക് ഇതാക്കാം. ഇതിലിപ്പോൾ ഇതെടുക്കുക. അത് വേണ്ട ഉപ്പായ എടുത്ത് വരുന്നില്ല ഗൈസ്. ഓക്കെ സോറി. ഡയമണ്ട് കിട്ടിയിരിക്കുന്നു. കുറച്ച് മരത്തിൻ്റെ ആവശ്യങ്ങളുണ്ട്. അയ്യോ താലേക്ക് പോകരുത്, താലേക്കോയ പണിയാണ്. അറ്റത്തൊരു വീടുണ്ട് ഗൈസ്. എന്നാലും എനിക്ക് ലെക്കാന്ന് ആലോചിച്ചേക്ക്. ഇന്നത്തെ ലെക്കാർക്കും കണ്ട ഗൈസ്. പോയ പാടന്നെ ഡയമണ്ട്. എന്ത് ലെക്കാണ്. നമുക്ക് നേരെ താഴേക്കുള്ള വില്ലേജിലേക്ക് പോകണം. താഴെയുള്ള വില്ലേജിലേക്ക് പോയേക്കാം ഗൈസ്. മെല്ലെ പോകെ. നമുക്ക് ഡയമണ്ടെല്ലാം എടുക്കാൻ പോകാം ഗൈസ്. അറിയണം എന്താ വെച്ചാൽ പോകണം. നെതറേറ്റ് കണ്ടെത്തണ്ടേ. ഇതിലൊരു ഹൗസാണ് ചപ്പടി. നമുക്കത് വേഗം മരം കൊത്തുന്നുണ്ടാക്കാം. അതിൽ എന്തൊരു ലെക്കാന്ന് നോക്കിയാൽ ഗൈസ്. ഇങ്ങനത്തെ ലെക്കാർക്കും ഉണ്ടാവും. ഞാൻ പറയാം
അയണ്ട് നമുക്ക് ഇതുണ്ടാക്കാം. അയണ്ട് ഇതുണ്ടാക്കാം അല്ലേ. ഇതുണ്ടാക്കി സാധനമെല്ലാമേ കഴിഞ്ഞാച്ച് ഇതാക്കണം ചെയ്യണം. ഒരു കട്ട നമുക്ക് ഉപ്പ് ഉണ്ടാക്കാമല്ലോ. ഒരു കട്ടക്ക് പകരം നമ്മൾ ഉണ്ടാക്കിപ്പോയി ഗൈസ്. നമുക്കല്ലേ എന്താണ് ആടിനെല്ലാം വട്ടായി ആടിനെല്ലാം വട്ടായി നിൽക്കുന്നു കഴിഞ്ഞു. നമുക്ക് സർവേ അയൺ കൂടി കിട്ടുന്നു. അയൺ നമുക്കതായിട്ട് മീറ്റിലേക്ക് കയറാം. മീറ്റിലേക്ക് കയറുന്ന വയ്ക്കുമ്പോഴാണ് തല കുഞ്ഞാകുന്നു. അപ്പോൾ നമുക്കത് കയറാം. ഇതിൻ്റെ സീഡ് എന്തെങ്കിലും സീഡ് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളൂ. എത്ര 1 2 3 4 5 6 7 8 9 10 അങ്ങനെ ഇട്ടതാണ് ഗൈസിൻ്റെ സീഡ്. സീഡ് കൊടുത്തു എന്തിലൊക്കെ ഉണ്ടാകുന്ന പട്ടിലേക്ക് ഇത് മീത്തിലേക്ക് എത്താൻ എത്ര സമയം എടുക്കുന്നുണ്ട്. കണക്ക് തന്നെ അങ്ങനെ സമയം എടുക്കുമ്പോൾ വില പിടിക്കുന്നതിനാൽ നമുക്കിതെടുക്കാം. നമുക്ക് നോക്കുന്നില്ല, നേരെ പോകാൻ ഡയമണ്ട് കുറച്ച് കഴിഞ്ഞിട്ടോ. അപ്പോൾ അത് തന്നെ അയണാണ് മെയിൻ. കാരണം ഷീൽഡ് വേണമല്ലോ. പിന്നെ അയണിൻ്റെ ആവശ്യമുണ്ട്. ഡയമണ്ട് തീർക്കുന്നില്ല. വേഗമൊക്കെ തീർത്തെങ്കിൽ പിന്നെ ഡയമണ്ടില്ല. അതിനാൽ വേഗം അയൺ തീർക്കുക. ഡയമണ്ട് തീർക്കുന്നത് ടോർച്ച് ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ രാത്രി ബെഡ് എടുക്കാൻ നമുക്ക് ഇവൻ്റെ വീട്ടിൽ നിന്ന് അല്ലേ. അങ്ങനെ ആകുമ്പോൾ സിമ്പിളാണ്. അത് നമുക്കിത് ഇതാക്കാം. ടോർച്ച് ഉണ്ടാക്കാം. ടോർച്ച് 20 ഉണ്ടാക്കാൻ കഴിയുവാണെങ്കിൽ അത്ര മതി അല്ലേ. നമുക്ക് ഉണ്ടാക്കാം. ഇയാളെ വീട്ടിൽ നിന്ന് വീണ്ടും സൂപ്പറല്ലേ. ബെഡ് കൊണ്ടുപോയിട്ട് താഴെ വെക്കുക. കുറച്ച് സാധനം ഇവിടെ കൊണ്ടുപോയിട്ട് ബെഡെല്ലാം ഇവിടെ തന്നെ വെക്കുക ഗൈസ്. എന്താ പറയുന്നത്, സൂപ്പറല്ലേ ഇത്. അങ്ങ് വേറെ ഏതെങ്കിലും ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ മറക്കാതെ പറയുക ഗൈസ്. നിങ്ങൾ ഇതുവരെ ഞാൻ എന്താ കളിക്കണം ചോദിച്ചിട്ട് ഇതുവരെ ആരും ഒന്ന് കമൻ്റ് ഇട്ടിട്ട് അതെനിക്ക് സങ്കടപ്പെടുത്തി തന്നെ. നമുക്ക് ഇങ്ങോട്ടൊക്കെ തന്നെ കുഴിച്ചു പോവാം. വേഗം കുഴിച്ച് ഡയമണ്ട് വേഗം നമുക്ക് താലേക്ക് കുറേ കുട്ടികൾ 69 താലേക്ക് എന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് എത്ര കുറച്ച് കുഴിച്ചുകൊണ്ട് പോയാൽ ഇത് ഡയമണ്ട് കിട്ടുന്ന നോക്കി വെക്കാം ഗൈസ്.
കിട്ടുമോ കിട്ടില്ല അറിയാലോ. നമുക്ക് ഓപ്പറെല്ലാം തിരി അല്ല ഈ സീഡ് നല്ല ലക്കുള്ളതാണ് കേട്ടോ. എന്നിട്ട് സീഡ് അടിച്ചു നിങ്ങൾക്ക് ലക്കില്ലെങ്കിൽ പോലെ അറുപത്തൊമ്പത് 52 9 69 ഇത് വേറെ പോലുണ്ട്. കോപ്പർ കിട്ടി. കുറച്ച് കോപ്പർ ഇരുന്ന് കൊണ്ടായി കോപ്പർ ആവശ്യമാണ്. ലൈറ്റ് കുറവായതുകൊണ്ട് കോപ്പർ ഭയങ്കര കോപ്പർ തന്നെ കോൾ ആവശ്യമാണ്. കോൾ ഇതിൽ ലൈറ്റ് ഇമ്പോർട്ടൻറ്റ്. ലൈറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഷീൽഡ് ലൈറ്റ് ഞാൻ പെടുന്നത് എന്ത് എത്തുന്നൊരു വീട്ടെ പെട്ടു. ക്രീപ്പറിനൊന്നും പേടിയില്ല. സ്കൈറ്റൻ തന്നെ പേടി. സ്കൈറ്റനൊക്കെല്ലാം കുറേ പണിയുണ്ട്. നമുക്ക് ഇടുന്ന കുറേ ലൈറ്റ് ഉണ്ടാക്കാം. ലൈറ്റ് പ്രശ്നം ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരെ ചെന്ന് കൊടുക്കാം. സോംബീസ് ആൻഡ് സ്കെൽട്ടനെല്ലാം മുമ്പിലേക്ക്. പിന്നെ കുറച്ച് പണിയുണ്ട്. അതായത് 59 കുഴിക്കായിട്ട് 59 കുറച്ച് കാലം നമുക്ക് ലെഫ്റ്റിലേക്ക് കുഴിച്ചു. ആദ്യം ലൈറ്റ് കുറേ ഉണ്ടാക്കണം. ലൈറ്റ് ആവശ്യമുണ്ട്. ലൈറ്റ് കൊടുത്ത് ആക്കാം. 84 ആക്കാം. കുറച്ച് 50 ആക്കിയിട്ട് നമുക്ക് എടുത്തത് ഒരു 10 ഇതിട്ട് നമുക്കിതിൽ കുറച്ച് വീടാക്കാം ഗൈസ്. എത്രയാണുള്ളത്? 58 66 ആയതില്ല ഗൈസ്. താഴത്തേക്ക് 3 വയ്ക്കണം. 3 വെച്ച് ഗൈസ് നമുക്ക് അങ്ങോട്ടേക്ക് വയ്ക്കാം. ഇത് കിട്ടുന്ന ഉറപ്പില്ല ഗൈസ്. കിട്ടുന്ന സാധ്യത എന്നേ പറഞ്ഞിട്ട് ഡയമണ്ട് കിട്ടാൻ. നമുക്ക് നോക്കിയേക്കാം. എല്ലാം ഒന്ന് ടെസ്റ്റ് ആക്കണമല്ലോ അല്ലേ ഗൈസ്. അയ്യോ ഇതെന്തേ താലോട്ടേക്ക് ഒരു കുഴിച്ചു പോയി അറിയണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇടച്ച് വേണ്ട ഭാഗം അല്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയില്ല. അപ്പോൾ ഓക്കെ ബൈ. ഈ വീഡിയോനെ കുറേ ലെങ്ത് ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയില്ല. ഓക്കെ ബൈ. പിന്നെ ഒരു കാര്യം, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗൈസ്. സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് പ്ലീസ്. ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയില്ല. ഓക്കെ ബൈ.